രണ്ടാം ഊഴം ഗംഭീരമാക്കാൻ ട്രംപ് ആദ്യത്തെ പണി ലോകാരോഗ്യ സംഘടനയ്ക്ക്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പുറത്തേക്കുള്ള ഉത്തരവിൽ ഒപ്പുവെച്ച് ഡൊണാൾഡ് ട്രംപ്. യുഎസിൽ രണ്ടാം തവണ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ പണി തുടങ്ങി ഡൊണാൾഡ് ട്രംപ്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുക എന്ന തന്റെ ഏറെക്കാലത്തെ ആഗ്രഹത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ. സംഘടനയിൽ നിന്ന് യുഎസിനോട് പിന്മാറാൻ നിർദ്ദേശിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഏറ്റവും വലിയ ധനസഹായ സ്രോതസ്സുകളിൽ ഒന്നാണ് നിലയ്ക്കാൻ പോകുന്നത്. ഓവൽ ഓഫീസിൽ തിങ്കളാഴ്ച ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. തന്റെ ആദ്യ ഭരണകാലത്ത് തന്നെ ഇതിനുള്ള നീക്കങ്ങൾ ട്രംപ് നടത്തിയിരുന്നെങ്കിലും അന്ന് അത് ഫലം കണ്ടിരുന്നില്ല. അതൊരു വലിയ കാര്യമാണ് എന്നായിരുന്നു ഈ ഉത്തരവിൽ ഒപ്പുവെച്ച ശേഷം ട്രംപിന്റെ പ്രതികരണം. പുതുതായി അധികാരമേറ്റ യുഎസ് പ്രസിഡന്റ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം ഒപ്പുവെച്ച സുപ്രധാന രേഖകളിൽ ഒന്നാണിത്. കോവിഡ് വ്യാപന സമയത്ത് ജനീവ ആസ്ഥാനമായുള്ള WHO നടത്തിയ പ്രവർത്തനങ്ങളെ നിരന്തരം വിമർശിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു ട്രംപ്. എന്നാൽ ബൈഡൻ അധികാരമേറ്റ ശേഷം ഈ നിലപാടിൽ മാറ്റം വരുത്തിയിരുന്നു. ആദ്യ ദിവസം തന്നെ ഈ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുന്നത് യുഎസ് ഔദ്യോഗികമായി ആഗോള ഏജൻസി വിടാനുള്ള സാധ്യത കാര്യമായി വർദ്ധിപ്പിക്കുന്നു. ഞങ്ങളെ തിരികെ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അതിനാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാമെന്നാണ് ട്രംപ് പറയുന്നത്. ചൈനീസ് വിധേയത്വവും വുഹാനിൽ നിന്ന് പടർന്നുപിടിച്ച കോവിഡ് വ്യാപനത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്തതും ചൂണ്ടിക്കാട്ടി പലവട്ടം ട്രംപ് സംഘടനയെ വിമർശിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വേണ്ട പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിൽ സംഘടന പരാജയമാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് പുതിയ ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നത്. എന്നാൽ മുൻപ് ഈ നീക്കത്തിന് മുതിർന്നപ്പോൾ കടുത്ത എതിർപ്പുകളാണ് ട്രംപിന് നേരിടേണ്ടി വന്നത്. മാത്രമല്ല, ആരോഗ്യ വിദഗ്ധരും ഡെമോക്രാറ്റിക് നിയമ നിർമ്മാതാക്കളും ഉൾപ്പെടെ നടപടിയെ നിശിതമായി വിമർശിച്ചിരുന്നു. ട്രംപിന്റെ ഒന്നാം ഭരണകൂടത്തിന് കോവിഡ് വ്യാപനത്തെ ചെറുക്കാൻ സാധിക്കാത്തതും സർക്കാർ വരുത്തിയ വീഴ്ചയും മറയ്ക്കാനാണ് ഇത്തരമൊരു നടപടിയെന്നായിരുന്നു എതിരാളികൾ അന്നുയർത്തിയ പ്രധാന ആരോപണം. അതേസമയം 2020 കോൺഗ്രസ് റിസർച്ച് സർവീസ് റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പുറത്തു കടക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരമുണ്ടോ എന്നത് വ്യക്തമല്ല. എങ്കിലും റിപ്പബ്ലിക്കൻ ഭൂരിപക്ഷമുള്ള കോൺഗ്രസ് ട്രംപിന്റെ നീക്കത്തെ ചെറുക്കാൻ സാധ്യതയില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ജനീവ ആസ്ഥാനമായുള്ള ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ ഭീഷണികളെ ചെറുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. വിവിധ രോഗങ്ങളുടെ നിർമ്മാർജ്ജനത്തിനും അവയെ നേരിടുന്നതിലും കാര്യമായ പങ്ക് തന്നെയാണ് അവർക്കുള്ളത്. സംഘടനയുടെ 20% വരുന്ന വരുമാനമായിരിക്കും ട്രംപിന്റെ നീക്കത്തോടെ ഇല്ലാതെയാവുക. ട്രംപിന്റെ വരവിനെ ആഘോഷമാക്കിയവർക്ക് നിരാശയുളവാക്കുന്ന നടപടികളാണ് ട്രംപ് സ്വീകരിക്കാൻ പോകുന്നത്. കുടിയേറ്റ തൊഴിലാളികളെ ഒഴിവാക്കുന്ന കാര്യത്തിലും ഉടനടി തീരുമാനമുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം.